വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ നിർണായക തെളിവുകൾ പുറത്ത്. മുഖ്യപ്രതി നജീബിന്റെ നേതൃത്വത്തിലുള്ള കല്ലട്ര മെഡിക്കൽ ടൂറിസം കമ്പനിയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയും തമ്മിലുള്ള കരാർ രേഖകളാണ് പുറത്തുവന്നത്. അവയവ ശസ്ത്രക്രിയയ്ക്ക് കമ്മീഷൻ നൽകുന്നതിനാണ് കരാറ്. ഒരു രോഗിക്ക് 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ നൽകാമെന്നാണ് കരാറ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എന്തായാലും നിർണായകമായ വിവരമാണ് ഇപ്പോൾ ഇഡി പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു രോഗിക്ക് 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ നൽകാമെന്നാണ് ഈ കരാർ. നമ്മളെല്ലാം വിശ്വസിച്ചു പോകുന്ന ആശുപത്രികളുടെ മറവിലാണ് ഇത്രയും വലിയൊരു അവയവ കച്ചവടം നടക്കുന്നതല്ലേ? തീർച്ചയായിട്ടും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയുമായിട്ടാണ് ഈ കല്ലട്ര മെഡിക്കൽ ടൂറിസം വഴി കരാറുണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഒരു രോഗിക്ക് കരൾമാറ്റ ശസ്ത്രക്രിയയുമായി എത്തുന്ന ഒരു രോഗിയെ എത്തിച്ചു കൊടുത്താൽ 1 ലക്ഷം രൂപയും അതുപോലെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി എത്തിയാൽ 50,000 രൂപയുമാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. അതായത് ഒരു ഫെസിലിറ്റേറ്റർ മാതിരിയാണ് ഇവർ പ്രവർത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാർ ആശുപത്രി അധികൃതരും ഇവരും തമ്മിൽ, അതായത് കല്ലട്ര മെഡിക്കൽ ടൂറിസവും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നത്. അങ്ങനെയാണ്. നജീബ് കല്ലട്രയുടെ സ്ഥാപനമാണെന്ന് നമുക്കറിയാം. അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ട് നജീബും കൂട്ടുപ്രതികളും ഇപ്പോഴും അന്വേഷണത്തിന്റെ പരിധിയിൽ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇഡി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും റെയ്ഡും മറ്റു പരിശോധനകളും ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്രയും ഒരു വലിയ വിവരങ്ങൾ അടങ്ങിയ രേഖ ഇഡി പുറത്തുവിടുന്നത്. ഇത്തരത്തിൽ, അതായത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖ ചമച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ രോഗികളെ എത്തിച്ചാൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട 1 ലക്ഷം രൂപ കരൾ മാറ്റിവെക്കലിനും അതുപോലെ വൃക്ക മാറ്റിവെക്കലിന് 50,000 രൂപ ഈ കമ്മീഷൻ ഇനത്തിൽ ഇവർക്ക് നൽകണമെന്നുള്ളതാണ് കരാർ. ആ കരാറിന്റെ വിശദാംശങ്ങളാണ് എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. ഈ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും അതിന്റെ അന്വേഷണങ്ങളും പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്ര വലിയൊരു വെളിപ്പെടുത്തലുമായി ഇത്ര വലിയൊരു രേഖ ഇഡി പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും സംസ്ഥാന വ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ആലുവയിൽ റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവയവദാനത്തിൽ വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന് സർക്കാർ പുതിയൊരു അന്വേഷണ സമിതിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്ര വലിയൊരു രേഖയാണ് ഇഡി പുറത്തുവിട്ടിരിക്കുന്നത്. നവമി, ആജ്ഞാപ്പം, ഇഡി കഴിഞ്ഞ ദിവസങ്ങളിലായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിലെ പ്രധാനപ്പെട്ട ഡോക്ടർമാർ, അതായത് മുതിർന്ന ഡോക്ടർമാരെ അടക്കം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ടായിരുന്നു. അവരിൽ നിന്നുമൊക്കെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? നവമി, ഈ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയകൾ വ്യാപകമായിരിക്കുകയും അതിൻ്റെ മേലെയുള്ള ഇത്തരത്തിലുള്ള വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ രോഗിയും ദാതാവിനെ കബളിപ്പിച്ച് പണമുണ്ടാക്കൽ, ഇതിനിടയിൽ മധ്യസ്ഥതയ്ക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ ദല്ലാളായി നിൽക്കുന്ന ആൾക്ക് കൂടുതൽ പണം തട്ടിയെടുക്കുന്ന സാഹചര്യവും ഒക്കെ നിരവധി തവണയായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്ര വലിയ ഒരു നെക്സസ് തന്നെ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അത് നജീബ് കല്ലട്രയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോഴും നമുക്കറിയാം, ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ തുടങ്ങുന്നതും ഈ വ്യാജരേഖ ചമയ്ക്കൽ ഉണ്ടാകുന്നതും ആ ഭാഗത്തു നിന്നാണ്. അത്തരത്തിലുള്ള അന്വേഷണമാണ് പിന്നീട് സ്വകാര്യ ആശുപത്രികളിലേക്ക്, അതായത് അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടത്തുന്ന സ്വകാര്യ ആശുപത്രികളിലേക്ക് തിരിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ചില ഡോക്ടർമാരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അതായത് അവരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുടെ വിശദാംശങ്ങൾ ഇഡി പുറത്തുവിട്ടിട്ടില്ല. എന്നിരുന്നാലും ആ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുമാണ് ഇഡിക്ക് ഈ ഒരു രേഖയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ എന്തായാലും ഒരു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക്, നേരത്തെയും ഈ ആശുപത്രി ഇത്തരത്തിൽ ഈ അവയവ മാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള വളരെ അധികം വിവാദങ്ങൾക്ക് സാഹചര്യം ഒരുക്കിയിട്ടുള്ള ഒരു ആശുപത്രി കൂടിയാണ്. അങ്ങനെ ഒരു ആശുപത്രിയിലേക്ക് വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നത്. മുഖ്യപ്രതി നജീബിന്റെ നേതൃത്വത്തിലുള്ള കല്ലട്ര മെഡിക്കൽ ടൂറിസം കമ്പനിയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയും തമ്മിലുള്ള കരാർ രേഖകളാണ് ഇഡി പുറത്തുവിട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.